ഞാൻ ഈ സദസ്സിനെയും വേദിയെയും ഒക്കെ ഞാൻ ആദരിക്കുന്നുണ്ട്. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ആരുടെയെങ്കിലും പേരെടുത്ത് ഞാൻ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ കുറുപ്പ് സാറിന്റെ മാത്രം. അത് നിങ്ങളൊക്കെ എവിടെയെങ്കിലും ഇരിക്കാൻ കാരണം അദ്ദേഹമാണെന്നാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത്. അത് അദ്ദേഹത്തിന് മാത്രം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഈ പ്രഭാഷണത്തിലേക്ക് കയറാം. ഒരു കാര്യം ആദ്യമേ ശ്രദ്ധിക്കട്ടെ, ഞാൻ എന്നിൽ നിന്ന് കാരണം ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരന്മാരെ, പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരെ, അമ്മമാരെ, നിങ്ങളൊക്കെ എന്നേക്കാൾ കൂടുതൽ നാരായണീയത്തെക്കുറിച്ച് ധാരണയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ആത്മീയ പ്രഭാഷണം നടത്താനോ നാരായണീയത്തെക്കുറിച്ച് പ്രസംഗിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ എത്തപ്പെട്ടത് നിങ്ങൾക്കൊക്കെ അറിയാം, എൻ്റെ വീഡിയോയിലൂടെയാണ്. സ്വാഭാവികമായും എന്നെ ഇവിടെ ക്ഷണിക്കുമ്പോൾ അതിനൊരു കാരണമുണ്ടാവും. ആ കാരണത്തെക്കുറിച്ച് മാത്രം ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. എനിക്കൊരു ചോദ്യം ആദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ പ്രസിഡന്റ് പ്രസംഗിച്ചപ്പോൾ എന്തിനാണ് വിളിച്ചത് എന്ന് ചിലർ ചോദിച്ചത്. അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? എന്തിനാ വിളിച്ചത് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് കരുതുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ ഇവിടെ ഒരുപാട് വിശേഷിപ്പിച്ച് കണ്ടു, ഒരുപാട് പറഞ്ഞു കണ്ടു. നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് എനിക്ക് കൃത്യമായി ഉത്തരമുണ്ട്. ആ ഉത്തരം കുറച്ചൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നത്. ഞാനൊരു BJP-കാരനോ, ഞാനൊരു കോൺഗ്രസ്സുകാരനോ, ഞാനൊരു ആം ആദ്മിക്കാരനോ ഒന്നുമല്ല. ഞാനൊരു ഭാരതീയൻ. എൻ്റെ മതം, എൻ്റെ രാഷ്ട്രീയം, എൻ്റെ ജീവിതം ഭാരതമാണ്. സ്വാഭാവികമായും ഭാരതീയനാവുമ്പോൾ ഭാരതത്തിന്റെ ശ്രേഷ്ഠമായ പാരമ്പര്യം, ഭാരതത്തിന്റെ ഇതിഹാസങ്ങൾ, ഭാരതത്തിന്റെ ജീവൻ എന്നെയും സ്വാധീനിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും എന്നെ ഇപ്പം ഈ അടുത്ത കാലത്ത് ഇപ്പം നമ്മുടെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. ചില ആളുകളൊക്കെ കണ്ടോ, അവന്റെ തനി സ്വഭാവം പുറത്തു വന്നു. അവൻ യഥാർത്ഥത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായിയാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഞാൻ BJP-കാരനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. അല്ല, എനിക്ക് രാഷ്ട്രീയമേ ഇല്ല. ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വിദ്യാഭ്യാസ കാലത്ത് SFI-യിലും DYFI-യിലും ഒക്കെയാണ്. അത് മാത്രം ഞാൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടില്ല. അതിലെനിക്ക് കുറ്റബോധമില്ല. കാരണം ഞാൻ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഈ നാട് നന്നാവണം എന്ന് എന്റെ ആഗ്രഹമുള്ളതുകൊണ്ടും ഇവർ നന്നാക്കും എന്ന് ഞാൻ തെറ്റായി ധരിച്ചു പോയതുകൊണ്ടോ. അപ്പൊ ആ പ്രായത്തിൽ അങ്ങനെ എനിക്കൊരു തോന്നലുണ്ടായി. അതിനുവേണ്ടി ഞാനിപ്പോഴും വളരെ തമാശയായി പറയാറുണ്ട്. KP ബാബു എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഈ 16-17 വയസ്സില് ഞങ്ങൾ വായനശാലയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ വീടിന് മുമ്പുള്ള ഒരു കൊക്കത്തോട്ടത്തിൽ ഇരുന്നിട്ട് ഞാനും ബാബുവും കൂടി വലിയ ദീർഘനേരം രാത്രി വൈകി സംസാരിക്കും. എന്താണെന്നറിയോ? വിപ്ലവം വരുമ്പോ ഏതൊക്കെ വീട്ടിൽ ഏതൊക്കെ ആളുകളുടെ കൊടി ഉയർത്തണം എന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തോണ്ട്. 16-ാമത്തെ വയസ്സ്. അപ്പൊ നാട്ടിലെ ഏറ്റവും സമ്പന്നരായ ആളുകളെയൊക്കെ നമ്മൾ നോക്കി വെച്ചിരിക്കുക, അവരുടെ വീടിന്റെ പുറത്ത് കൊടി ഉയർത്താൻ. ഇങ്ങനെ പക്ഷെ എനിക്കിപ്പോഴും അതിൽ കുറ്റബോധമില്ല. കാരണം ഞാൻ എനിക്ക് നേട്ടമുണ്ടാകാൻ വേണ്ടിയല്ല, നാട്ടിൽ തുല്യത വരാൻ വേണ്ടി, സോഷ്യലിസം നടപ്പിലാകാൻ വേണ്ടി ആഗ്രഹിച്ചു പോയതാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇതൊക്കെ പൊട്ടത്തരമാണ്. സോഷ്യലിസം എന്ന് പറയുന്ന ഒരു സാധനം നിലനിൽക്കുന്നതേ അല്ല. സോഷ്യലിസം അഥവാ ഉണ്ടെങ്കിൽ അത് യഥാർത്ഥ വിശ്വാസികൾക്കിടയിൽ മാത്രമാണ്. യഥാർത്ഥ വിശ്വാസികൾ അവരാണ് തിരിച്ചറിയുന്നത് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് കേവലം പരമാവധി 80-100 വയസ്സ് വരെ മാത്രമുള്ള, 100 വർഷം വരെ മാത്രമുള്ള ഒന്നാണെന്നും അതിനപ്പുറത്തേക്കുള്ള ഒന്നാണ് ജീവിതമെന്നും തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥ വിശ്വാസി. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോൾ ഒരാൾ നല്ല മനുഷ്യനായി മാറുന്നു, സോഷ്യലിസ്റ്റായി മാറുന്നു. എനിക്കുള്ളത് എന്റേത് മാത്രമല്ല, അത് എന്നെ പോലെ ഭാഗ്യം ലഭിക്കാതെ പോയ അനേകർക്കു കൂടി ഉള്ളതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നതാണ് വിശ്വാസി അല്ലെങ്കിൽ ആത്മീയത. അതാണ് സോഷ്യലിസം. എല്ലാം ചേർത്ത് പിടിക്കുന്ന, എല്ലാം എന്റേതാക്കി മാറ്റുന്ന, എല്ലാം എന്റേത് മാത്രമാണെന്ന് കരുതുന്ന ഒന്നല്ല വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ സോഷ്യലിസ്റ്റ് ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആക്കി മാറ്റുന്ന ആശയമാണ് വിശ്വാസം. അല്ലാതെ ഞാൻ 16-ാമത്തെ വയസ്സിൽ കരുതിയ വിഡ്ഢിത്തമല്ല. ഞാനിത് പറയുന്നത്
ഈ ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടാക്കി തന്നത് ഞാൻ ഒരുപക്ഷെ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചതുകൊണ്ടാകും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ കാട് കയറി പോകുന്ന പേടി എനിക്കുണ്ട്. ഞാൻ എവിടെ പറയണം, പ്രസംഗമൊന്നും പ്രിപ്പയർ ചെയ്തിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. അപ്പൊ എന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് സംശയം പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയമില്ല. ഞാൻ ഭാരതീയനാണ്. ശ്രേഷ്ഠ ഭാരതത്തിന്റെ സംസ്കൃതി സംരക്ഷിക്കപ്പെടണം. അതൊരു വലിയ, നമുക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ, ഇപ്പം ഇതിനു മുമ്പ് മാധവൻ സാറൊക്കെ പറഞ്ഞതുപോലെ ഭാരതത്തിന്റെ മാത്രം ശ്രേഷ്ഠമായ പാരമ്പര്യമാണ് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരം നശിപ്പിക്കാൻ പല അധിനിവേശ ശക്തികളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ അധിനിവേശ ശക്തികളെ ഒക്കെ മറികടന്നുകൊണ്ട് കാലാകാലങ്ങളിൽ ചില പ്രവാചകന്മാർ ഉണ്ടാവുകയും ഇനി ആരുമില്ലെങ്കിലും സ്വയം നിലനിൽക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഹിന്ദു സംസ്കാരം അല്ലെങ്കിൽ ഭാരത സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് കൂടുതൽ വിസിബിൾ ആണ്. പക്ഷേ ഇങ്ങനെ വിസിബിൾ അല്ലെങ്കിലും ഈ സംസ്കാരത്തിന് ക്ഷയിക്കാൻ സാധ്യമല്ല. കാരണം നമ്മുടെ, എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വാഗത പ്രസംഗനാണെന്ന് തോന്നുന്നു പറഞ്ഞതുപോലെ അല്ല, അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഹിന്ദു മതത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തിന്റെ, ഹിന്ദു സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഇൻക്ലൂസീവാണ്, അത് മതേതരമാണ്. എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. ഒരു ഏകദൈവ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ഹിന്ദു വിശ്വാസത്തിലുണ്ട്. പക്ഷേ എന്റെ ദൈവം മാത്രമാണ് ദൈവം, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന പിടിവാശി ഈ വിശ്വാസത്തിനില്ല. അതുകൊണ്ടാണ് ഒരു സിനിമാ നടിയെ പോലും ചില സാഹചര്യങ്ങളിൽ ചിലർ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുദേവന് ഒരു കണ്ണാടി എടുത്ത് വെച്ചിട്ട് ഇതാണ് പ്രതിഷ്ഠ എന്ന് പറയാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ആറ്റിൽ നിന്നൊരു കല്ലെടുത്ത് വെച്ചിട്ട് ഇതാണ് എന്റെ ശിവൻ എന്ന് പറയാൻ കഴിയുന്നത്. ഈ വിശ്വാസത്തെ കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മയാണ് പലപ്പോഴും ഈ പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തെയും സ്പിരിച്വൽ ഹിന്ദുയിസത്തെയും തമ്മിൽ കൂട്ടിക്കലർന്നുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് വന്നു ഇങ്ങോട്ട് പരിപാടിക്ക് വേണ്ടി പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും ഒരു കമന്റ്, ഏതോ സംഘികളുടെ എന്തോ പരിപാടിക്ക്, ഇവർക്ക് ഇതിന്റെ വ്യത്യാസം അറിയില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഘപരിവാർ രാഷ്ട്രീയം ഒരു വശത്ത് നടക്കട്ടെ, പക്ഷെ ഹിന്ദു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ശ്രേഷ്ഠമായ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. ഇത് തിരിച്ചറിയാത്തിടത്താണ് കുറി കാണുമ്പോൾ ഭയമാണെന്ന് ചിലർ പറയുന്നത്. ഈ അതിർവരമ്പുകൾ, അതായത് ഹിന്ദു വിശ്വാസവും ഹിന്ദു സ്പിരിച്വാലിറ്റിയും പൊളിറ്റിക്കൽ ഹിന്ദുയിസം അല്ലെങ്കിൽ BJPയോ മറ്റെന്തെങ്കിലും ആവട്ടെ, അതും തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയാൻ കഴിയാതെ പോകുന്നു. അപ്പൊ ഞാൻ പറയുന്നു, ഞാനിവിടെ എത്തി നിൽക്കുന്നത് ഒരു BJPക്കാരനായോ പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിന്റെ വക്താവോ അല്ല. സ്പിരിച്വൽ ഹിന്ദുയിസത്തിന്റെ, ശ്രേഷ്ഠ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ അടിത്തറയായിരിക്കുന്ന ഈ മനോഹരമായ കാലത്തെ അതിജീവിച്ച് വളരുന്ന, ഞാൻ ഇന്ന് രാവിലെയും എന്റെ സുഹൃത്ത് ജിഷ്ണോട് സംസാരിക്കായിരുന്നു ഈ കാര്യം, കാലത്തെ അതിജീവിക്കുന്ന ശ്രേഷ്ഠമായ ഒന്നാണ് ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരം. ഇതെല്ലാം ഒന്നാണ്. മറ്റു മതങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. മറ്റു മതങ്ങൾ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിലൊരു സൃഷ്ടാവുണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ പിന്തുടർച്ചക്കാരുണ്ടായി. പക്ഷേ ഹിന്ദു വിശ്വാസം അങ്ങനെയല്ല. അത് രൂപപ്പെട്ടതാണ്. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതുപോലെ സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ഭാരതീയ സംസ്കാരം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം. ഇത് തിരിച്ചറിയാതെ പോകുന്നിടത്താണ് ഒരാൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ കുറി തൊടുമ്പോൾ എന്തോ ഒരു മോശമാണ്, അത് മതേതരത്വത്തിന് ചേരാത്തതാണ് എന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ, ഇന്നിപ്പം ഞാൻ സംഘാടകരോട് പറഞ്ഞിരുന്നു, ഞാനിത് കഴിഞ്ഞാൽ ഒരു അധിക നേരം ഇരിക്കില്ല, എനിക്കറിയാം എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്ന്. കാരണം എന്റെ നാട്ടിലെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഞാൻ ശബരിമലയുടെ തൊട്ട് താഴെ താമസിക്കുന്ന ആളാണ്. എന്റെ വീടിന്റെ അടുത്തുനിന്ന്, ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീടിന്റെ അടുത്തുനിന്ന് ശബരിമലയിലേക്ക് 30 മൈലേ ഉള്ളൂ. ഓർക്കണം, കാണാമെന്ന് ഓർക്കണം. ജനങ്ങൾ താമസിക്കുന്ന ഒരു 5 or 6 കിലോമീറ്ററേ ഉള്ളൂ. അതായത് എരുമേലിക്കപ്പുറം, മുക്കൂട്ടതറയ്ക്കപ്പുറം ഇടകടത്തി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടുന്ന് കുറച്ചാ, പിന്നെ നമ്മുടെ കണമലയായി, പിന്നെ അങ്ങോട്ട് കയറി വേണം, പ്ലാപ്പള്ളിയിലേക്കൊക്കെ കയറാൻ വളരെ കുറച്ചുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഗ്രാമം എന്ന് പറയുന്നത് പമ്പയാറിന്റെ തീരത്താണ്. 3 പഞ്ചായത്തുകളും 2 ജില്ലകളും ചേരുന്ന പത്തനംതിട്ട, കോട്ടയം, ആ 2 ജില്ലകളെ എരുമേലി പഞ്ചായത്ത്, വെച്ചൂച്ചർ പഞ്ചായത്ത്, റാന്നി പെരിനാട് പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തുകളും ചേരുന്നതാണ് എന്റെ ഗ്രാമം എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ടാകാൻ മുൻകൈ എടുത്ത വ്യക്തികളിൽ ഒരാളാണ്.
17 വർഷം മുമ്പ് ഈ അയ്യപ്പ ക്ഷേത്രം തുടക്കം കുറിക്കുന്നത്. അത് വളരെ മുൻകൈ എടുത്ത് അതിന് ഫണ്ട് ശേഖരിക്കാൻ നിന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഈ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിൽ എനിക്കൊരു പ്രധാന റോളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തെ, അവസാന ദിവസത്തെ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ സ്പോൺസർ ചെയ്യുന്നത് അന്ന് മുതൽ ഇന്ന് വരെ. കാരണം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ 17 വർഷം ഈ ക്ഷേത്രം തുടങ്ങിയ വർഷമാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടൽ ഞാൻ തുടങ്ങുന്നത്. അപ്പം മറുനാടിന്റെ വളർച്ചയും ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയും തമ്മിൽ ബന്ധപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ ഉത്സവം നടക്കുന്ന സമയമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇന്നാണ്. ഇന്ന് വൈകുന്നേരമെങ്കിലും എനിക്ക് അവിടെ ചെല്ലണം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞ ഞാൻ ഈ ഒരു കാര്യം സൂചിപ്പിച്ചത്. ഇവിടെ പറയുമ്പോഴും ഒരു കാര്യം ആലോചിക്കണം. ഞാൻ കൃത്യമായി എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ആളാണ്. ഞാൻ കൃത്യമായി എന്റെ മക്കളെ സൺഡേ സ്കൂളിൽ വിടുന്ന ആളാണ്. കാരണം ഞാൻ എന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിന്റെ പാരമ്പര്യം. പക്ഷെ എന്റെ ജീൻ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ജീനാണ്. അപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയായിരിക്കുമ്പോഴും ഞാൻ ഹിന്ദുവാണ്. ഇത് പലർക്കും തിരിച്ചറിയാം. എനിക്ക് ക്ഷേത്രത്തിൽ പോകും. എന്നോട് ഇന്നവരെ ഞാൻ ക്ഷേത്രങ്ങളിൽ തൊഴാൻ പോകാറുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾ നേതൃത്വം കൊടുക്കാറുണ്ട്. എന്നോട് ഇന്നേവരെ എന്റെ പള്ളിയിലെയോ മറ്റേതെങ്കിലും പള്ളിയിലെയോ ഒരാളും എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, അമ്പലത്തിൽ പോകുന്നത് ചോദിച്ചിട്ടില്ല. ആരും ചോദിച്ചിട്ടില്ല. എനിക്ക് അച്ഛന്മാരോടും മെത്രാന്മാരോടൊക്കെ വളരെ അടുപ്പമുണ്ട്. പക്ഷെ ഒരാളും എന്നോട് ചോദിച്ചിട്ടില്ല നീ എന്തിനാണ് പോകുന്നത്. ഇത് ഈ ഒരു മഹത്വം, ഹിന്ദുത്വത്തിന്റെ അല്ലെങ്കിൽ ഭാരതീയതയുടെ ഈ മഹത്വം തിരിച്ചറിയുന്നിടത്ത് തീരുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ ആശയക്കുഴപ്പം. ഇത് തിരിച്ചറിയാതെ പോകുന്നതിന് ഉത്തരവാദികൾ ഇനിയാണ് വരുന്നത് നമ്മളാണ്. നമ്മൾ പ്രിയപ്പെട്ട ഹിന്ദുക്കളാണ്. കാരണം നമുക്കിപ്പോഴും തിരിച്ചറിയത്തില്ല എന്താണ് ഭാരതീയ സംസ്കാരം, എന്താണ് ഹിന്ദു പാരമ്പര്യം, നമുക്കറിയത്തില്ല. കാരണം കൃത്യമായി ക്ഷേത്രത്തിൽ പോകാനോ കൃത്യമായി പുരാണങ്ങൾ വായിക്കാനോ കൃത്യമായി ഇതിഹാസങ്ങൾ അറിയാനോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നത്? ഭഗവാനെ കാക്കണേ, ഭഗവാനെ സംരക്ഷിക്കണേ എന്ന് പറയാൻ മാത്രം. അതിനപ്പുറത്തേക്ക് നമ്മുടെ സംസ്കാരത്തിലേക്ക് കടന്നു കയറാൻ നമുക്ക് ചെല്ലുന്നിടത്ത് മാത്രമേ ഈ ഒരു അകൽച്ച മാറുകയും ഇത് വളരുകയും ചെയ്യും. അവിടെയാണ് ഞാൻ എടുത്തൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വലിയ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം. ഞാൻ പറഞ്ഞല്ലോ, ചിന്മയ മിഷൻ നേതൃത്വം കൊടുത്ത ഹിന്ദു സമ്മേളനം പാലക്കാട് നടക്കുന്നു. രാജ്യത്തെ ഒരുമാതിരിപ്പെട്ട സന്യാസി വര്യന്മാർ, പ്രത്യേകിച്ച് മലയാളത്തിലെ ഒരുമാതിരിപ്പെട്ട സന്യാസി വര്യന്മാരെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ഞാൻ വളരെ സങ്കടപ്പെട്ടു പോയി. 1000 പേരിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. നമുക്കൊന്നും കാണാൻ പോലും ആഗ്രഹിക്കുന്ന ചിദാനന്ദപുരി സ്വാമിയെ പോലുള്ള സ്വാമികൾ അടക്കമുള്ളവരുണ്ട്. നിരന്നു നിന്ന് അവർ പ്രഭാഷണം നടത്തുന്നു, പക്ഷെ കാണില്ല. അപ്പൊ അവർ പറയുകയാണ്, പലയിടങ്ങളിലും നടക്കുന്ന ഹിന്ദു സമ്മേളനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുള്ളത് ഇവിടെയാണെന്ന്. ആലോചിച്ച് നോക്കിയേ. അതേസമയം ക്രിസ്ത്യാനികളുടെ ഒരു കരിസ്മാറ്റിക് കൺവെൻഷൻ നടന്ന 25,000 പേര് പങ്കെടുക്കും. ഇസ്ലാമിക വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ സമസ്തയുടെ മറ്റൊരു സമ്മേളനം നടന്ന നമുക്ക് എണ്ണാൻ പറ്റില്ല. കോഴിക്കോട് കടപ്പുരം മുഴുവനുള്ള ഏരിയൽ വിഷനാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഈ ഒരു എന്താണ് ഇവിടെ ഹിന്ദുക്കളില്ലാത്തതുകൊണ്ടാണോ, ഹിന്ദു വിശ്വാസങ്ങളില്ലാത്തതുകൊണ്ടാണോ? അല്ല. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വേണ്ടത്ര പരിശീലനമോ വേണ്ടത്ര അറിവോ വേണ്ടത്ര ആർത്തിയോ ഇക്കാര്യത്തിലുള്ള ഭക്തിയിലുള്ള ആർത്തിയോ ഇല്ലാതെ പോകും. ഇങ്ങനെ ജീവിച്ചാൽ മതി. ദൈവത്തെ നിഷേധിക്കാതിരിക്കുക, വല്ലപ്പോഴും പള്ളി അമ്പലത്തിൽ പോവുക. 1. 2, അറിയാതെ തന്നെ സംഖ്യവിളി നമ്മളെ ഭയപ്പെടുത്തുന്നു. ഏറ്റവും വലിയ കുഴപ്പം. അതായത് ഏറ്റവും വലിയ ആയുധമാണ് സംഖ്യ എന്ന വിളിപ്പേര്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള പലരും അവരുടെ രാഷ്ട്രീയ സാഹചര്യമാണെന്നനുസരിച്ച് അവരുടെ ആ ഒരു അവരുടെ ഈ ബിഹേവിയറിൽ മാറ്റം വരുന്നത്. കാരണം എന്നും കുറി തൊട്ട് നടന്നിരുന്ന എന്റെ സുഹൃത്തായ രാഷ്ട്രീയക്കാരൻ മലബാറിലേക്ക് തട്ടകം മാറ്റിയപ്പോൾ അന്ന് കുറി മാറ്റി. ഈ വിശ്വാസികളാണെങ്കിൽ കൂടി വിശ്വാസിയാണ് എന്ന് പറയാൻ പലർക്കും പേടി. കാരണം സംഖ്യ വിളിയുണ്ട്. ഇത് സംഖ്യയല്ല, ഇത് എന്റെ വിശ്വാസമാണ് എന്ന് ഏറ്റു പറയാൻ ധൈര്യമുള്ളവർ കുറഞ്ഞു വരുന്നു. അത്തരമൊരു തലമുറയെ വാർത്തെടുക്കാൻ ആരും ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നതാണ് വിശ്വാസികളായ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി.
അവിടെയാണ് ഈ അയ്യപ്പ ക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഭഗവാന്റെ ദർശനം കാണുമ്പോൾ ഈ കൂടിയിരിക്കുന്ന നിങ്ങളെ ഓർത്ത് എനിക്ക് വലിയ ആനന്ദം തോന്നി. ഞാൻ ഇന്നലെ പവായിൽ എന്റെ സുഹൃത്ത് ജിസിന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. ഞാനും ജിസും ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. അപ്പൊ ഇന്ന് പരിപാടി ഇപ്പം വന്നു ജിസിന്റെ അടുത്ത് താമസിച്ചു. അപ്പം ജിസിന്റെ ഫ്ലാറ്റിനോട് തൊട്ടടുത്താണ് ഈ അയ്യപ്പ ക്ഷേത്രം. അവിടെ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ വൈകുന്നേരം അവിടെ പോയി. സുനിൽജി എന്നെ വിളിച്ചു. ഞാൻ വൈകുന്നേരം അവിടെ പോയി. വലിയ സന്തോഷം തോന്നി. ഒരുപാട് കുട്ടികൾ അവിടെ ഇരുന്നുകൊണ്ട് അവര് നന്നായി പ്രാർത്ഥിക്കുന്നു, നന്നായി ഭജന ആലപിക്കുന്നു. നമ്മുടെ അതായത് ഇവിടെ വളർന്നു വന്ന ഇവിടുത്തെ കുട്ടികൾ മനോഹരമായി ഭജന ആലപിക്കുന്നു. ഇതാ ഇവിടുത്തെ അമ്മമാർ ബോംബെയിലേക്ക് കുടിയേറി ഇവിടെ ജീവിതം പറിച്ചു നട്ട് ഈ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്ന ഇവിടുത്തെ അമ്മമാർ നാരായണീയം പഠിച്ചിട്ട് ആ നാരായണീയത്തെ കുറിച്ചുള്ള സംവാദമായി നാരായണീയ പാരായണത്തിന്റെ മത്സരത്തിൽ പങ്കെടുക്കുക. എങ്ങനെ സന്തോഷം വരാതിരിക്കും? ഇതുപോലെ എല്ലായിടങ്ങളിലും വിശ്വാസികൾ അവരുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചാൽ ഈ സംഘി എന്ന വിളിക്കപ്പുറത്തേക്ക് ഈ വിശ്വാസം സംരക്ഷിക്കപ്പെടും. അതിനാണ് നമ്മൾ മുൻകൈയെടുക്കേണ്ടത്. എന്റെ വിശ്വാസം ഇതാണ്, എന്റെ സംസ്കാരം ഇതാണ്, എന്റെ ഭഗവാന്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കും, എന്റെ ഭഗവാന്റെ പേര് ഞാൻ പറയും, എന്റെ ഭഗവാന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ ഞാൻ ശബ്ദമുയർത്തും എന്ന് ഭയമില്ലാതെ പറയുന്ന ഒരു തലമുറ രൂപപ്പെടുന്നു. അത് വർഗീയതയല്ല, അത് വർഗീയതയല്ല. വേറൊരുത്തന്റെ വിശ്വാസത്തിന് നേരെ ആയുധമെടുക്കുമ്പോൾ നാവ് പ്രയോഗിക്കുമ്പോഴാണ് വർഗീയത ഉണ്ടാകുന്നത്. അവൻ വിശ്വസിച്ചോട്ടുന്നേ, അവന് വഴിക്ക് പൊക്കോട്ടുന്നേ, എനിക്കെന്താ പ്രശ്നം? അവൻ പള്ളിയിൽ പോട്ടുന്നേ, അമ്പലത്തിൽ അവൻ എവിടെയെങ്കിലും പോട്ടുന്നേ. എന്റെ വിശ്വാസം ഞാൻ ഏറ്റു പറയും, എന്റെ വിശ്വാസത്തിനൊപ്പം ഞാൻ നിൽക്കും. ആരെയും ഭയക്കാതെ നാണിക്കാതെ ഞാൻ ഭഗവാന്റെ പ്രിയപ്പെട്ടവളാണ് എന്ന് പറയും എന്ന തിരിച്ചറിവിലാണ് ഹിന്ദു സത്ത, ഹിന്ദു വിശ്വാസം, ഹിന്ദു സ്പിരിച്വാലിറ്റി, ഹിന്ദു പാരമ്പര്യം, ശ്രേഷ്ഠമായ ഭാരതീയത ഉണരൂ, അത് വളരും. ഇത് തിരിച്ചറിയണം എന്നാണ് എനിക്ക് നൽകാനുള്ള സന്ദേശം. ഞാൻ അന്ന് പറഞ്ഞ അതേ കാര്യമുണ്ട്. എനിക്കത് ഇവിടെ ആവർത്തിക്കും. ഞാൻ പാലക്കാട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അതിവിടെ നടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിശ്വാസത്തിലൂടെ കുട്ടികളെ തലമുറയെ വളർത്തിയെടുക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേദം പഠിപ്പിക്കുക, പുരാണം പഠിപ്പിക്കുക എന്നതാണ്. ഇപ്പൊ സൺഡേ സ്കൂളിൽ ഞാൻ 12ാം ക്ലാസ് സൺഡേ സ്കൂളിൽ പോയി. ഞാൻ ജിസിനോട് ചോദിച്ചു, ജിസിന്റെ പിള്ളേരെ ബോംബെയിലായിട്ട് കൂടി 12ാം ക്ലാസ് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു. ഈ ബോംബെയിലായിട്ട് കൂടി മദ്രസകളിൽ പോയി പഠിക്കുന്നു ഇസ്ലാം വിശ്വാസികൾ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഞാൻ പലരോട് ചോദിച്ചു, എന്താണ് ഇതിന് കുഴപ്പം, എന്താണ് ചെയ്യാത്തത്? ഞാൻ എവിടെ ചെന്നാലും ഉയർത്തുന്ന വിഷയമാണ്. ക്ഷേത്രങ്ങളോട് ചേർന്ന് അല്ലെങ്കിൽ ശാഖകൾ SNDPയുടെയോ NSSന്റെയോ അല്ലെങ്കിൽ സമുദായ സംഘടനകളുടെ ശാഖകളോട് ചേർന്ന് എന്തുകൊണ്ട് ഭാരതീയ പൈതൃകത്തെ കുറിച്ച്, ഹിന്ദു മതത്തെ കുറിച്ച്, ഹിന്ദു സംസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചു? അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു കാര്യം, ജാതിയുടെ പേരിലുള്ള വിവേചനം അല്ലെങ്കിൽ പരസ്പര യോജിക്കും കുഴപ്പമില്ലെന്നേ. ഞാൻ അവരോട് പറഞ്ഞു, SNDPക്കാരാണ് നടത്തുന്നതെങ്കിൽ ഒരു 40% 50% സമുദായത്തെ കുറിച്ച് പഠിപ്പിച്ചോട്ടെ. ബാക്കിയൊന്നല്ലേ? NSSന് ബാക്കി പഠിപ്പിക്കുന്നില്ലേ? പകുതി അവരുടെ സമുദായത്തെ കുറിച്ച് പഠിപ്പിച്ചോട്ടെ. ബാക്കി പകുതി ഒരു ദിവസം, ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പഠിപ്പിക്കുക. അതിൽ ഒരു ക്ലാസ് സമുദായത്തെ ആയിക്കോട്ടെ, ഒരു ക്ലാസ് ഭാരതീയ സംസ്കാരത്തെ കുറിച്ച്, ഹിന്ദുത്വത്തെ കുറിച്ച് പഠിപ്പിക്കുന്നില്ലേ? ഇവിടുത്തെ സന്യാസിമാർക്ക് ഒരു സിലബസ് തയ്യാറാക്കുന്നില്ലേ? ഇത്തരത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഭാരതീയ സംസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചു വരുമ്പോൾ മാത്രമേ ഇത് വളരൂ. ഏറ്റവും വലിയ അപകടമായ കുട്ടികളിൽ മനസ്സിൽ കിടക്കുന്നത്, ഇപ്പം നമ്മുടെ പ്രസിഡന്റ് ചോദിച്ച മക്കളെ ചോദിക്കും, നാരായണീയം നടത്തിക്കൊണ്ട് എന്ത് പ്രയോജനം ചോദിച്ചെന്ന് പറഞ്ഞ പോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നു. അദ്ദേഹം ഉത്തരം കൃത്യമായി പറഞ്ഞു, എനിക്ക് മക്കളെ നിങ്ങളെ കിട്ടിയല്ലോ എന്നുള്ളത്. ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് പലപ്പോഴും നമ്മൾ നാരായണീയ ക്ലാസ്സിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നാരായണീയ മത്സരം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മക്കളുടെ മനസ്സിൽ പോലും ചിലപ്പോൾ ഇത് വർഗീയതയാണോ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. കാരണം കുട്ടികൾ വിപ്ലവകരമായി ചിന്തിച്ചാണ് വളർന്നത്. നമ്മളൊക്കെ ആ പ്രായത്തിൽ വിപ്ലവകരമായി ചിന്തിച്ചറിയില്ലേ? അല്ല, ഇതൊരു മതത്തിനെതിരല്ല, ഇതൊരു മതത്തിനോ ഒരു വർഗത്തിനോ എതിരല്ല. ഇത് എന്റെ പാരമ്പര്യം ഞാൻ നിലനിർത്തുന്നതാണ് എന്ന് മക്കളെ പഠിപ്പിക്കുമ്പോൾ ഇവർ തികഞ്ഞ മതേതരവാദികളാവും. ഹിന്ദു
വിശ്വാസ ഹിന്ദു മതത്തിലുള്ളവരെ പോലെ മതേതരവാദികൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഒരിടത്തുമില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ മറ്റു മതങ്ങൾ പടർന്നതും പന്തലിച്ചതും ഇപ്പോഴും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതും. അപ്പോ നമ്മുടെ ഈ കപട മതേതരത്വം അതിൽ നിന്ന് മറികടക്കേണ്ട ബാധ്യത നമുക്കാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ എപ്പോഴും ഞാൻ പറയുന്നു, മതേതരത്വം എന്ന് പറഞ്ഞാൽ മതനിഷേധമല്ല. ഹിന്ദു വിശ്വാസത്തോടെ ഹിന്ദു സംസ്കാരത്തോട് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. ഈ ഒരു മാറ്റത്തിന് തുടക്കക്കാരാവേണ്ട ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. പലപ്പോഴും കേരളത്തിൽ ഇതൊന്നുമില്ല. കേരളത്തിലെല്ലാം ചടങ്ങ, മുക്കിന് മൂലയിലും ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ആഘോഷങ്ങൾ മാത്രമാണ്. നമുക്കിപ്പോ ഉത്സവ സീസൺ ആയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഉത്സവമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഭക്തിയുടെ എലമെന്റ്, പാരമ്പര്യത്തിന്റെ എലമെന്റ്, അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ എലമെന്റ് നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷെ ഇവിടെ ഈ വലിയ മഹാനഗരത്തിൽ ഈ തിരക്കുകൾക്കിടയിൽ മക്കളെ ഇങ്ങനെ കൈപിടിച്ച് നടത്തുന്നത് കാണുമ്പോൾ ആർക്കാണ് സന്തോഷം തോന്നാം? അതുകൊണ്ട് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഈ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം അത് നിലനിർത്താനുള്ള ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. അത് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി ഇതിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഞാൻ ഒരുപാട് നേരത്തേക്കും ദീർഘിപ്പിക്കുന്നില്ല. എന്നോട് 35 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ട് വീട്ടിൽ പോകാനുള്ളവരാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയട്ടെ. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞല്ലോ എന്താണ് എന്റെ രാഷ്ട്രീയം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും വളരെ കുറച്ച് പരിപാടികൾക്ക് മാത്രം പങ്കെടുക്കുന്ന ഒരാളാണ്. അതിന്റെ കാരണം ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. മറ്റെല്ലാവരും ചോദിക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ കാണുമ്പോൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷേ ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. കാരണം ഞാൻ ഒറ്റയാൻ പോരാളിയാണ്. എന്നെ ഇല്ലാതാക്കുക എന്നത് ഭരണകൂടങ്ങളുടെ ഒരു വലിയ നിശ്ചയമാണ്. ഇന്നിപ്പോ എന്നെ വേട്ടയാടുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ നാളെ മറ്റൊരാളാവും എന്നെ വേട്ടയാടുന്നത്. കാരണം എനിക്ക് സത്യം പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ വേട്ടയാടൽ താൽക്കാലികമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അവർ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അവരെ വിമർശിക്കുന്നു. 2016 വരെ ഞാൻ വിമർശിച്ചിരുന്നത് UDF ആയിരുന്നു. എന്റെ ഏറ്റവും വലിയ ശത്രുക്കള് കോൺഗ്രസുകാരായിരുന്നു. കാരണം ഞാൻ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ, ഭരണാധികാരിയെ വിമർശിക്കേണ്ട ബാധ്യതയാണ് ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ചോദിക്കും, പിണറായി വിമർശിക്കുന്നത് പോലെ മോദിയെ വിമർശിക്കാൻ പേടിയാണെന്ന്? അല്ല, 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ 99% സംസ്ഥാന സർക്കാരിനെ 99% ബാധിക്കുന്ന വിഷയങ്ങൾ സംസ്ഥാന സർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാനിപ്പോ സ്കൂളിൽ പോകണമെങ്കിൽ വിദ്യാഭ്യാസം, കേസുണ്ടായ പോലീസ് സ്റ്റേഷൻ, സ്ഥലം മേടിച്ച രജിസ്റ്റർ ഓഫീസ്, ജനിച്ചാലോ മരിച്ചാലോ പഞ്ചായത്ത്. ആലോചിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ 99% കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റാണ്. ബാക്കി കാര്യങ്ങൾ ദേശീയ നയം അല്ലെങ്കിൽ വിദേശ നയം, രാജ്യ സുരക്ഷ ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വിമർശനത്തിൽ 99% സംസ്ഥാനത്തിന് നേരെയാവും. അത് ബാലൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇത് മനസ്സിലാക്കാതാണ് പലരും പറയുന്നത് ഇതാ മോദിയെ വിമർശിക്കാൻ പേടിയാണ്. 1. 2, എനിക്ക് മോദിയോടോ BJPയോടോ സംഘപരിവാറിനോടോ വിരോധമേ ഇല്ല. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കട്ടെ. എന്നാൽ ജനാധിപത്യത്തിന്റെ എന്റെ മതം അല്ലെങ്കിൽ എന്റെ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രീ സ്പീച്ചാണ്, ജനാധിപത്യമാണ്. ജനാധിപത്യത്തിന് കുഴപ്പം പറ്റുന്നു എന്ന് തോന്നിയാൽ ഞാൻ വിമർശിക്കും. ഞാൻ വിമർശിച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലർക്കും യോജിപ്പുണ്ടാവും. പക്ഷേ കേജ്രിവാളിന്റെ നാടകീയ അറസ്റ്റോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങളിൽ പലർക്കും യോജിപ്പുണ്ടാവും. ഞാൻ ആ സംവാദത്തിലേക്ക് കിടക്കുന്നില്ല. കാരണം ഏറ്റവും മനോഹരം, ഇന്ത്യയുടെ ഏറ്റവും മനോഹരമായ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഫ്രീ സ്പീച്ചാണ്. നമ്മൾ പറയും ലോകത്ത് എല്ലായിടത്തും, പക്ഷെ ഇന്ത്യയിലുള്ളതുപോലെ ഫ്രീ സ്പീച്ച് മറ്റൊരിടത്തില്ല. ഞാൻ ഒരു 10 ഇംഗ്ലണ്ടിൽ ജീവിച്ച മനുഷ്യനാണ്. സിവിൽ നിയമങ്ങൾ ശക്തമായി പാലിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ഫ്രീഡം ഫീൽ ചെയ്യണമെങ്കിൽ, ഞാൻ സ്വതന്ത്രനാണ് എന്ന് ഫീൽ ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ മണ്ണിൽ വന്നിറങ്ങണം. അത് ഫീലിംഗ് ആണ്. ഈ ബ്രിട്ടനിലെല്ലാം ഉണ്ട്, സിവിൽ നിയമങ്ങളെല്ലാം ഉണ്ട്, വളരെ കൃത്യമാണ്. പക്ഷെ നമുക്ക് വ്യക്തി എന്ന നിലയിൽ നമ്മുടെ പേഴ്സണൽ ലിബർട്ടി സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ രാജ്യത്തുണ്ടാവണം. ഈ രാജ്യത്തിന്റെ ചൂടും, ഈ രാജ്യത്തിന്റെ പൊടിയും, ഈ രാജ്യത്തിന്റെ മഴയും, ഈ രാജ്യത്തിന്റെ മണവും, ഈ രാജ്യത്തിൻ്റെതായ എല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് ഞാൻ ആനന്ദം അനുഭവിക്കുന്നത് ഭാരതീയനാണ്.
ഇത് പലർക്കും മനസ്സിലാവുന്നില്ല. ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, പക്ഷേ കുഴപ്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഏതെങ്കിലും ഒരു സംഘടനയോടോ വ്യക്തിവിരോധമില്ല. അവർ ചോദിക്കും പിണറായി എങ്ങനെ വിമർശിക്കുന്നത്? ഞാൻ പിണറായിയെയും പിണറായി സത്യമാണ് വിമർശിക്കുന്നത്, CPM-നെയും കേരള സർക്കാരിനെയും കമ്മ്യൂണിസത്തെയും ഒന്നും അല്ല. ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പിണറായി വിജയനും ഞാനും തമ്മിൽ അദ്ദേഹം അധികാരത്തിലെത്തുന്നതിന് മുൻപ് വളരെ വ്യക്തിബന്ധം ഉണ്ടായിരുന്നു. ഞാൻ AKG സെന്ററിൽ പോയി പലതവണ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരിക്കുന്ന പ്രഭാവർമ്മ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. ഇപ്പൊ ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടി. ഭാരത സംസ്കാരം അതേപടി മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ്. ഞാനുമായി വളരെ അടുപ്പമാണ്. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവാണ്. മുഖ്യമന്ത്രി ഗവൺമെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ ജോലി ചെയ്ത് ഞാനുമായി വളരെ അടുപ്പമാണ്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയം പറയത്തില്ല. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന്റെ സഹായം നടത്തില്ല. അദ്ദേഹം ഒരിക്കലും എന്നെ ഉപദേശിക്കത്തില്ല. ഇത് എന്റെ തൊഴിൽ ഞാൻ ചെയ്യുന്നു. എന്റെ സർക്കാർ പൊതുജനങ്ങളോട് ഉത്തരവാദിത്വമില്ലാത്തവരായി മാറിയാൽ, പൊതുജനത്തിന് പണം കട്ടുമുട്ടിച്ചാൽ, കുടുംബം നന്നാക്കാൻ ശ്രമിച്ചാൽ ഞാൻ വിമർശിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ചിലർ പറയും അവർ ഏറ്റവും എളുപ്പം. അവിടെയാണ് മുമ്പ് ഞാൻ സൂചിപ്പിച്ച സംഖ്യവിളിയിലേക്ക് വരുന്നത്. ഒരാളെ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരാളെ ഇല്ലാതാക്കാൻ, നിശബ്ദനാക്കാൻ ഏറ്റവും വലിയ ആയുധമാണ് സംഖ്യ. ഈ സംഖ്യ വിളിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഉത്തരവില്ലാതെ വരുമ്പോഴാണ്. നമ്മൾ പറയുന്നത് ശരിയാണ് എന്ന് വരുമ്പോഴാണ്. അപ്പോഴാണ് സംഖ്യ വിളിക്കുന്നത്. അല്ലെങ്കിൽ എളുപ്പം, പിന്നെ ഒന്നും പറയണ്ടല്ലോ. ഞാൻ ചോദിച്ചു, എന്നോട് പലരും പറയും ഷാദിൻ മുസ്ലിം വിരോധിയാണ്. ഞാൻ ഇവരോടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്നെങ്കിലും അള്ളാഹുവിനെയോ പ്രവാചകനെയോ ഖുർആനെയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മതത്തെയോ എവിടെയെങ്കിലും വിമർശിക്കുന്ന ഒരു വീഡിയോ കാണിക്കൂ? ആർക്കുമില്ല. ഞാനെന്തിനാണ് വിമർശിക്കുന്നത്? ഞാനെന്തിനാണ് ഇസ്ലാം മതത്തെ വിമർശിക്കുന്നത്? ഇസ്ലാം മതത്തിൽ ഇഷ്ടപ്പെടുന്നവർ ആ മതം സ്വീകരിക്കട്ടെ, അവരതിന്റെ ആചാരങ്ങൾ സംരക്ഷിക്കട്ടെ. എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതിൽ പോകുന്നില്ല, അതുകൊണ്ട് ഞാനത് വിമർശിക്കണം. പക്ഷെ ഇസ്ലാം മതത്തിനപ്പുറത്തേക്ക് ആ മതത്തിന്റെ ലേബലിൽ രാഷ്ട്രീയം കളിക്കുമ്പോൾ, മറ്റ് വിശ്വാസങ്ങൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ, മറ്റ് വിശ്വാസികളെ സംഘിപ്പട്ടം കൊടുത്തും ത്രിസംഘിപ്പട്ടം കൊടുത്തും അടിച്ചമർത്തുമ്പോൾ, ഇസ്ലാമോഫോബിയ എന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് നേടാൻ ശ്രമിക്കുമ്പോൾ, സിവിൽ നിയമങ്ങളെക്കാൾ വലുതാണ് ശരീഅത്ത് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ വിമർശിക്കും. കാരണം അത് പൊളിറ്റിക്കൽ ഇസ്ലാം, അത് റിലീജിയസ് ഇസ്ലാം അല്ല. റിലീജിയസ് ഇസ്ലാമിനെതിരെ ഞാൻ ഇതുവരെ ശബ്ദിച്ചിട്ടില്ല. വിയോജിപ്പുണ്ടാവാം, പക്ഷെ അത് എന്റെ കാര്യമല്ല. വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടതും തിരുത്തേണ്ടതും വിശ്വാസികളാണ്, അല്ലെ? ശബരിമല യുവതീ പ്രവേശന വിഷയം വന്നു. എന്നെ മനസ്സിലാക്കുന്നത് സുനിൽജി പറഞ്ഞു, സുനിൽജി ആദ്യം കേൾക്കുന്നത് അങ്ങനെയാണ്. ഈ യുവതീ പ്രവേശന വിഷയം ഉണ്ടായ സമയത്ത്, അതിനു മുൻപ്, അതായത് കോടതി വിധി വരുന്നതിന് മുൻപേ, കോടതി ഇതിന് ഇടപെടരുത് എന്ന് പറഞ്ഞ് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ഞാൻ. സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്നു. ഇതെല്ലാവരും വിവാദമാകുന്ന എപ്പോഴാണ്? ആ കോടതി വിധി വരുന്നു. കോടതി വിധി വന്നപ്പോ ഹിന്ദു വിശ്വാസികൾക്കിടയിൽ പോലും ആശയക്കുഴപ്പമാണ്. ജന്മഭൂമി അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് ആദ്യം വാർത്ത എഴുതിയത്. വിവാദമാകുന്നത് എപ്പോഴാണ്? പന്തളം കൊട്ടാരം, ഞാൻ കൃത്യമായി പറയുന്നു, പന്തളം കൊട്ടാരം NSSന്റെ പിന്തുണയോടെ പന്തളത്ത് വെച്ച് ഒരു വലിയ പ്രകടനം നടത്തി. പ്രകടനമല്ല, നാമജപ ഘോഷയാത്ര നടത്തി. ഈ നാമജപ ഘോഷയാത്രയെ കുറിച്ച് ആ റിപ്പോർട്ട് ചെയ്യുന്ന ഏകമാധ്യമം മറുനാടനായിരുന്നു. ഈ വാർത്തയും ആ നാമജപ ഘോഷയാത്രയും സംസ്ഥാനത്തെ ഹിന്ദു വിശ്വാസികളെ സ്വാധീനിക്കുകയും അവർ ചാടിയിറങ്ങുകയും ചെയ്തപ്പോഴാണ് ഈ വിവാദമാകുന്നതും മാധ്യമങ്ങളൊക്കെ രംഗത്ത് വരുന്നത്. അതിനു മുമ്പ് ഹിന്ദു വിശ്വാസികൾ തീരുമാനിക്കട്ടെ, തന്ത്രികൾ തീരുമാനിക്കട്ടെ, അവിടെ ക്ഷേത്രത്തിൽ യുവതികൾ കയറണോ വേണ്ടയോ എന്ന് ചോദിച്ചാണ്. കാരണം ഞാൻ ശബരിമലയിൽ പോകാനുള്ള ആളാണ്. ഞാൻ അയ്യപ്പന്റെ കടാക്ഷം കൂടുതലുള്ള ആളാണെന്ന് വിശ്വസിക്കുന്നത്. കാരണം അടുത്താണ്. എനിക്ക് ഒരുപാട് വിശ്വാസികളെ അറിയാം. ഒരൊറ്റ യുവതി പോലും, ക്ഷേത്രത്തിൽ പോകുന്ന ഒരൊറ്റ യുവതി പോലും ഞങ്ങൾക്ക് അവിടെ കയറണമെന്ന് പറഞ്ഞില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇവിടുത്തെ ഹിന്ദു വിശ്വാസത്തിലെ യുവതികൾ, വിശ്വാസികളായ യുവതികൾ കൂടുതൽ പേർ പറയട്ടെ, അല്ലെങ്കിൽ നല്ലൊരു ഭാഗം പറയട്ടെ, ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ കയറണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിലപാട് നിർത്താം. നിങ്ങൾ ആദ്യം അവരെ കൊണ്ടുവരും. ഒരാളും കിട്ടിയില്ല. എന്നിട്ട് ഒടുവിൽ എവിടെ നിന്നോ എന്ന പേരിൽ പോലും ഹിന്ദുവില്ലാത്ത, അരാജകത്വത്തിൽ വിശ്വസിക്കുന്ന കുറെ കെട്ടി എഴുന്നള്ളിച്ച് ആംബുലൻസിൽ കയറ്റി കറുത്ത വസ്ത്രം ഇടിപ്പിച്ച്
സോപാനത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തി നൃത്തം ചെയ്യിപ്പിച്ച ഭീകരതയ്ക്കെതിരെ ശബ്ദം ഉയർത്താൻ കഴിയൂ? ആ ശബ്ദം ഉയർത്തുമ്പോ സംഖ്യ എന്ന് വിളിച്ച സംഖ്യ ആണടാവും എന്ന് പറയും. അത് പറയും. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ തികച്ചും വ്യക്തിപരമായ കാര്യം. ഞാനാണ് തീരുമാനിക്കുന്നത് ആരെ വിശ്വസിക്കണം. ഞാനാണ് തീരുമാനിക്കേണ്ടത് ഏത് വിശ്വാസ രീതി കൊണ്ട്. എനിക്ക് എന്റെ തന്ത്രയുടെ രീതികളാണ് എന്റെ പൂജയ്ക്കും എന്റെ ആരാധനയ്ക്കും വരുന്നത്. അതാണെന്നേ ശരി. ആരാ തിരുത്താൻ? ഈ പറയുന്ന കപട കമ്മ്യൂണിസ്റ്റുകാർ, ഞാൻ രാഷ്ട്രീയം പറയുന്നത്, കപട കമ്മ്യൂണിസ്റ്റുകാരുടെ വീടുകളിൽ ഇരിക്കുന്ന സ്ത്രീകൾ ഭക്തരാണെന്ന് എനിക്കറിയാം. പല നേതാക്കന്മാരുടെയും CPM പോളിറ്റ് ബ്യൂറോയിൽ അടക്കമുള്ള പല നേതാക്കന്മാരുടെയും ഭാര്യമാർ വീട്ടിൽ നിന്ന് പൂജ നടത്തുന്നത് വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാൻ വെറുതെ പറയുന്നതല്ല. പല നേതാക്കളുടെയും മക്കളുടെ എനിക്ക് സൗഹൃദമുണ്ട്. ഈ ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായി 2 പേര് എന്നെ വിളിച്ച് പിന്തുണ അറിയിച്ചു. അതിൽ ഒരാൾ എന്നിട്ട് വനിതാ മതിൽ പോയി ഡാൻസ് കളിച്ചത് വേറെ. അതുകൊണ്ട് ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ വിശ്വാസത്തെ കുറിച്ച്. ഹിന്ദുവിന്റെ വിശ്വാസം അതൊരു മതത്തിനും എതിരല്ല, ഒരാളുടെയും അവകാശത്തിനെതിരല്ല. ഇത് ഞങ്ങളുടെ പാരമ്പര്യവും ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങൾ ഉറക്കെ പറയുന്നതാണ് എന്ന ഒരു സ്വത്വബോധമാണ്. ആ സ്വത്വബോധം ഉണ്ടാവുന്നിടത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അത് മാത്രമാണ് എനിക്ക് പ്രധാനമായി പറയാനുള്ളത്. പിന്നെ എനിക്ക് നൽകിയ, ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, എനിക്ക് നൽകിയ പിന്തുണയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പ്രോഗ്രാമിന് പോകാറില്ല. ഞാൻ അവിടെ പറഞ്ഞു കഴിക്കുന്നത് നിർത്തി. കാരണം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റുന്ന ആളാണ് ഞാൻ. 6 മണിയാകുമ്പോൾ ഓഫീസിലെത്തുന്ന ആളാണ് ഞാൻ. ഒരു 11 മണി 12 മണിക്ക് മുമ്പ് അന്ന് നമ്മുടെ നാട്ടിൽ നടന്ന പ്രധാനപ്പെട്ട 5, 6, 7 വിഷയങ്ങളെ കുറിച്ച് വീഡിയോ തയ്യാറാക്കുന്ന ആളാണ് ഞാൻ. അവിടെ എന്റെ ജോലി തീരുന്നില്ല. നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ ചെയ്യുന്ന വീഡിയോകളിലൂടെയാണ്. പക്ഷെ ഇപ്പൊ തന്നെ കഴിഞ്ഞ 6 മാസത്തിൽ 26 ക്രിമിനൽ കേസാണ് എനിക്കെതിരെ ചുമത്തിയത്. 26.